ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചിക്കൻ്റെ ഒരു പുതിയ ഡിഷിന് തയ്യാറാക്കാൻ പോണത് ചിക്കൻ ഷവായ ചിക്കൻ എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഇത് ആദ്യം ഞാനത് അത്ര ഇൻട്രസ്റ്റ് എടുത്തില്ല ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഞങ്ങളിപ്പോൾ ദുബായിൽ പോയപ്പോൾ അവിടെ വെച്ച് കഴിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അപ്പോൾ അതുകൊണ്ടൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും. അപ്പോൾ അതിലേക്ക് ഞാൻ കാശ്മീരി മിർച്ചാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചതാണ്. അപ്പോൾ നല്ല പേസ്റ്റായിട്ട് കിട്ടും. ഇത് കുറച്ച് ഗ്രേവിക്കൊക്കെ കുറച്ച് തിക്കും ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു 2 സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈരാണ്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതൊരു 1.5 ടേബിൾ സ്പൂൺ വീതം ഉണ്ടായിരിക്കും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഇത് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അത് ഷാജീരാണ്. ഇത് ഒരു 1/2 ടീസ്പൂൺ ഉണ്ടായിരിക്കും. പിന്നെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ഉള്ളി ഉണ്ട്, ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക്. ചെറിയ ഉള്ളിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. സവാളയായാലും എടുക്കാം. ഇതിപ്പോൾ എണ്ണം പറയണമെങ്കിൽ ഒരു 10-20 എണ്ണം ഉണ്ടായിരിക്കും, വലുതും ചെറുതുമായിട്ട്. പിന്നെ ഒരു കുറച്ച് മല്ലിത്തൈ എന്ന് പറഞ്ഞാൽ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഉണ്ടാവണം, മാത്രം മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾക്കൊന്ന് അരച്ചെടുക്കാം. ഇത് ചിക്കനാണ്. ഇതിപ്പോൾ 1 കിലോ ഉണ്ടായിരിക്കും ചിക്കൻ. അത് ഞാൻ ചെറിയ ഒരു കട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വലിയ പീസല്ല കയറാനായിട്ട് വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് അരച്ചിട്ട് അതിലേക്ക് മാരിനേഷന് വേണ്ടിയിട്ട് കുറച്ച് ഒരു അരമണിക്കൂറില്ലെങ്കിലും കുഴപ്പമില്ല, 10 to 20 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് അത് തയ്യാറാക്കാം. ആദ്യം നമുക്ക് മസാല തയ്യാറാക്കാം. ഇതിലേക്കുള്ള എല്ലാം ഒന്നിച്ചിട്ടിട്ട് അരയ്ക്കാം. തൈര്, അധികം പുളി വേണ്ട, പുളിയില്ലാത്തതാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ചൊരു ഗ്രേവി പോലെ ഉണ്ടാവുമല്ലോ, അതിനെ കുറച്ച് എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. തിളപ്പിച്ച് വെച്ചതിന് ഞാൻ നല്ല ചൂടോടെ വെച്ചതിന് കുറച്ച് ഒഴിക്കേണ്ട വരും എന്തായാലും. പിന്നെ ഉപ്പ് ഇത് അരച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നോക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനീഗറും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊന്ന് പരട്ടി വയ്ക്കാം നമുക്ക്. ഇതിലേക്ക് കുറച്ച് കുക്കിംഗ് ഓയിലും കൂടെ ഒഴിക്കണം. ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പരട്ടി വയ്ക്കുക. ഇത് ഞാൻ തൊലി കളഞ്ഞ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. തൊലിയുള്ള ചിക്കൻ ആയാലും ഉപയോഗിക്കാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ ചെറിയ ചിക്കൻ ആണെങ്കിൽ ഫുൾ ചിക്കൻ, ഇപ്പോൾ കുക്കറിലൊക്കെ കൊള്ളുന്ന ചിക്കൻ ആണെങ്കിൽ ഫുള്ളായിട്ട് എടുക്കാം നിങ്ങൾക്ക് ചിക്കൻ. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ കഷ്ണങ്ങളാക്കിയത് കുറച്ച്. ഇനി നമുക്കതൊരു 20 മിനിറ്റ് ഇവിടെ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കറിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ ചിക്കൻ മസാല തേച്ച് വെച്ചിട്ടൊരു 20 മിനിറ്റായി. അപ്പം ഇനി നമുക്കതൊരു കുക്കറിലേക്ക് മാറ്റാം. എന്നിട്ടത് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ ആഡ് ചെയ്യണം. ഞാനത് മറന്നുപോയി. ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ അരയ്ക്കുമ്പോൾ ഇത് തക്കാളിയും കൂടെ അരയ്ക്കേണ്ട വരും. കുക്കർ ചെറുതായ കാരണം
വലുതുണ്ട് വേറെ, അത് പിന്നെ കുറേ വലുതാണ്. പിന്നെ ഈ മസാലയും കൂടെ അതിലേക്ക് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊരു 3 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. 3 വിസിൽ കേൾക്കണ വരെ. കയ്യിൽ വെക്കണ്ട, അത് വെള്ളമൊഴിക്കാത്തതല്ലേ, ഇനി പെട്ടെന്ന് കരിഞ്ഞൊന്നും പോകണ്ട. മൂന്ന് വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഫ്രൈങ് പാനിലേക്ക് മാറ്റാം. ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്കൊരു ടൊമാറ്റോ കൂടെ ആഡ് ചെയ്യണം. അത് ഞാൻ പറയാൻ മറന്നു. ഞാൻ മസാല അരച്ചപ്പോൾ അതും കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് ഇതിൽ വെക്കുക. ഇത് 2 സൈഡും ഒന്ന് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വറുത്തെടുക്കണം നമുക്ക്. ഇത് 2 പ്രാവശ്യമായിട്ട് ഇടേണ്ട അതിൽ പൊടിയൊന്നുമില്ല. അപ്പോൾ നമുക്കത് വറുത്തെടുക്കാം. ബ്രൗൺ കളർ ആവണ 2 സൈഡും. ചിക്കൻ 2 സൈഡും ആയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പ്ലേറ്റിലേക്ക് വെക്കാം. ഇതിന് ശേഷം ഈ കുക്കറിൽ നമ്മൾ വേവിച്ചല്ല, അപ്പോൾ അതിൻ്റെ മസാലയുണ്ട്, അതെല്ലാം ഇതിലേക്ക് ഒഴിക്കുക. ഇതിൽ എണ്ണ അഥവാ വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചെടുക്കാം. ഇതിലൊഴിച്ചൊന്ന് കുറുകണം. ഇത് കുറച്ച് ഹൈയിൽ വയ്ക്കുക. എന്നിട്ടൊന്ന് കുറുകി കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം വീണ്ടും ഇതിലേക്ക് തന്നെ വെക്കണം. എന്നിട്ട് ഈ മസാലയൊക്കെ അതിൻ്റെ മേലെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന പോലെ ആവണം. അപ്പോൾ ഉപ്പ് അഥവാ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ചാറൊന്ന് നോക്കിയാൽ അറിയാം അതിൽ ഉപ്പുണ്ടോയെന്ന്. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ചെറുതായിട്ട് വെക്കണം, അല്ലെങ്കിൽ പിന്നെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ പിന്നെ അത് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് അതിലെടുത്ത് വയ്ക്കാൻ മതി. ഈ 2 പീസും കൂടെ വയ്ക്കാം. ഒരു സ്പൂൺ കൊണ്ട് മസാലയൊക്കെ ഒന്ന് കോരി ഇതിൻ്റെ മേലെ ഇടേണ്ട വരും. ഒക്കെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ട് വെക്കാം. പിന്നെ മസാലയൊക്കെ ഇതിൻ്റെ മേലെ പുരണ്ടിരിക്കുന്ന പോലെ. ഇതിന് ഗ്രേവി തീരെ പാടില്ല.
ഒന്ന് കുഴഞ്ഞിരിക്കണം, മട്ടായിരിക്കണം. അതിൻ്റെ മേലേക്ക് ആ ഗ്രേവിയൊക്കെ ഒഴിക്കുക. ഇത് നമ്മുടെ തയ്യാറായിട്ടുണ്ട് ഷവായ ചിക്കൻ. പിന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ ചാറൊക്കെ നമുക്ക് നന്നായി കുറുകിയിട്ടുണ്ട്, എണ്ണയൊക്കെ അങ്ങനെ ഉണ്ട് വേറെ തിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിൽ കുറച്ച് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് വെതറാട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഈ ഗ്രേവി ഇതിൻ്റെ മേലെ കൂടെ ഒഴിക്കുക. അപ്പോൾ ഇത് തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിഷിൻ്റെ കൂടെ കഴിക്കാം ഇത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം.